നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളൊക്കെ അതേപോലെ ഫോണിൽ ഒപ്പിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുകയാണ്. അത്രയും ഭംഗിയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്ന വിഷ്വലൊക്കെ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന എൻ്റെ ആ ഒരു പ്രാവീണ്യം കൊണ്ടായിരിക്കാം അത്രയും കിട്ടിയിട്ടില്ല. എനിക്കത് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതൊക്കെ നല്ല രീതിയിൽ എടുക്കണമെന്നാണ്, പക്ഷെ അത്രയും പറ്റിയിട്ടില്ല. നല്ല ചൂടും ഉണ്ട്, പക്ഷെ നല്ല തണുപ്പും ഉണ്ട്. നമ്മൾ മൂന്നാർ, മറയൂർ, ഇത് മറയൂരാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ടാണ് വിചാരിച്ചത്, പക്ഷെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറൊരു സ്ഥലത്തോട്ടാണ്. അത് പകുതി എത്തി നമ്മൾ പോകുന്ന പോക്കിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ആ ചേച്ചിയാണ് പറയുന്നത്, ഈ പോകുന്ന പോക്ക് നിങ്ങൾ മറവൂരാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പകുതി വരെ പോയിട്ട് തിരിച്ചു വരികയാണ്. ഈ കടയൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാം. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ഈ കടയിൽ. ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാനുള്ള വീഡിയോ ആണ് എടുക്കുന്നത്, പക്ഷെ നല്ല കാറ്റായിരുന്നു. പിന്നെ ഈ വീഡിയോ എനിക്ക് കളയാൻ തോന്നിയില്ല. നല്ല രസമുണ്ടായിരുന്നു. കുറേ ആളുകളുണ്ട് ചായ കുടിക്കാൻ. എനിക്കാണെങ്കിൽ നല്ല ചായ കുടിച്ചു. ചായ മീൻസ് കട്ടൻ, നല്ല കട്ടന് കുറേ നാളുകൊണ്ട് ആ ചേച്ചി ഉണ്ടാക്കി തന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇവിടുത്തെ മുറുക്ക് പറയാതിരിക്കാൻ രക്ഷയില്ല. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അയ്യോ, ഞാൻ 2-3 മേടിച്ചുകൊണ്ട് വരാൻ മറന്നുപോയി. ആ ഒരു സങ്കടം എനിക്കിപ്പോൾ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ആ ടിന്നോട് എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ കഴിച്ച് കഴിഞ്ഞ് ആലോചിച്ചു. പിന്നെ അവിടുത്തെ ചെടി, ആ ചെടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുടിച്ചു കുത്തിയെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. അത് ഞാൻ കാണിച്ചു കേട്ടോ. അങ്ങനെ 2 മുറുക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കട്ട നല്ല സൂപ്പറായിരുന്നു. അയ്യോ, എന്താണോ ഇതിനകത്ത് ഇടുന്നത്, നല്ല രസമായിരുന്നു. ഇതാണ് ഒടിച്ചു കുത്തി. നല്ല രസമാണ്, തഴച്ച് നിൽക്കുന്നു. എൻ്റെയൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാൽ ഇത്രയും തഴച്ച് നിൽക്കില്ല, ഒരു ചെറിയ രീതിയിലൊക്കെ നിൽക്കും. പിന്നെ അവിടെ നിന്ന് ഓംപ്ലേറ്റ്. എനിക്ക് എവിടെ പോയാലും അല്ലേ അവിടുത്തെയൊക്കെ ഫുഡ് കഴിക്കണം. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഫുഡ് കഴിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കണം. നല്ല രസമുണ്ട് ആ വീഡിയോ അല്ല, വണ്ടി വരുന്നത് കാണാം. പിന്നെ ഇവിടെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയില്ല. ഞാൻ അവിടം വരെ പോയിട്ട് തിരിച്ച് അതേപോലെ തിരിച്ചു വരും. ആ വീഡിയോ ആണ് എടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും ട്രിപ്പ് വന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം എൻ്റെ അമ്മയും കൊണ്ടൊക്കെ വരുമ്പോൾ ഈ സ്ഥലത്തോട്ട് വരണം. ഇപ്പോൾ കുറച്ചുകൂടെ കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ചെടി അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇരുന്നും കിടന്നൊക്കെ ഞാൻ നോക്കി. അതിൽ മുള്ളുണ്ട്. അതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കണം. അതിന് വേണ്ടി എടുത്ത വീഡിയോ ആണ്, പക്ഷെ അതും കിട്ടിയില്ല. പിന്നെ ഒരു മരമൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അത് ആ ലൈൻ കമ്പിയിലോട്ടാണ് ഉണങ്ങി നിൽക്കുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടമല്ല, ഒരു അരുവി പോലെ ഒരു സംഭവം പൊട്ടി വരുന്നുണ്ട്. നോക്കിക്കേ. പെട്ടെന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല നമ്മുടെ കയ്യിൽ. ഇട്ടിരുന്ന ഡ്രസ്സ് മാത്രമാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അയ്യോ എൻ്റെ ദൈവമേ, നല്ല വെയിലുണ്ടായിരുന്നു ഈ സമയത്ത്. വേറെ ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനില്ല. അത് മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. പറ്റുന്നവരൊക്കെ ഈ സീസണിലായാലും ഈ സമയത്തായാലും അവിടെ സീസണാണ്, തണുപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ പക്ഷേ വീട്ടിൽ നിന്ന് പോയ സമയത്ത് തണുപ്പില്ലായിരുന്നു. അതൊരു വലിയ വിഷമമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഈ സീസണായാലും വന്നിവിടെ കാണുക. പിന്നെ നവംബറാണോ ജനുവരിയാണോ വരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ വന്നാലും സൂപ്പറാണ്. അപ്പോൾ അടുത്ത വീഡിയോ അടുത്തടുത്തായിട്ട് ഞാൻ ഇടാം കേട്ടോ.